ഇതെല്ലാം വെറും ടെസ്റ്റുകൾ മാത്രമാണ്, ഈ പറഞ്ഞതെല്ലാം. പക്ഷേ കാര്യം എന്താണ്? ഈ ടെസ്റ്റുകളിലൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ ജീവിതശൈലി മാറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞതിലൊന്നും ഒരു കാര്യവുമില്ലാതാവും. നമുക്ക് എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ. ഈ പറഞ്ഞതുപോലെ വളരെ ലേറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, പഞ്ചസാര കട്ട് ഡൗൺ ചെയ്യുക, മദ്യപാനം കട്ട് ഡൗൺ ചെയ്യുക. ഫാറ്റിനെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ചാൽ മാത്രമേ നമ്മുടെ ഫാറ്റി ലിവറും കുറയൂ. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. വളരെ ഈസിയാണ്, ഏതൊരു LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാവും. ഫാറ്റി ലിവർ ഇന്നൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഈ അസുഖം മാറാനായിട്ട് 10 മുതൽ 15 ടാബ്ലറ്റാണ് ഒരു വ്യക്തി കഴിക്കുന്നത് മാറാനായിട്ട്. ഫൈബ്രോ സ്കാൻ പോലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് പല ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇത് മാറ്റാമെന്ന് പറഞ്ഞ ഡീറ്റോക്സ് ഡ്രിങ്കുകൾ 3 മാസത്തേക്കും 6 മാസത്തേക്കൊക്കെ ആളുകളെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിലോ ഗൈഡ് ലൈൻസിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസിലോ ഒന്നും പറയാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഫാറ്റി ലിവറിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയർലി സ്റ്റേജിൽ നമുക്ക് പ്രോപ്പറായിട്ട് മാറ്റാൻ പറ്റുന്ന, ജീവിതശൈലി കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പൂർണ്ണമായിട്ടും ഫാറ്റി ലിവർ മാറാനുള്ള മാർഗ്ഗങ്ങളും എന്താണ് ഫാറ്റി ലിവർ എന്നും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ ജോലി നോക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി ടീമുണ്ട്, ഫെർസാറ്റി കരിയേഴ്സ്. ഫെർസാറ്റി കരിയേഴ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് മാത്രമായിട്ടുള്ള ഒരു ഓൺലൈൻ ജോബ് പോർട്ടലാണ്. സോ വിസിറ്റ് fersaticcareers.com ഫോർ റിയൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജെന്യുവൻ ഗൈഡൻസ്. ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കരളിൻ്റെ സെല്ലിലേക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് കയറി നിൽക്കുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതി വരാം. മദ്യപാനം കൊണ്ട് വരാം, മദ്യപാനം ഇല്ലാതെ വരാം. പണ്ട് മദ്യപാനം ഇല്ലാതെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് NAFLD, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നായിരുന്നു. ഇപ്പം അത് മാറി. ഇപ്പം അതിനെ വിളിക്കുന്നത് MASLD എന്നാണ്. മെറ്റബോളിക് ആണ്. അതായത് മെറ്റബോളിക് എന്ന് പറഞ്ഞാൽ പ്രമേഹ അമിതമായിട്ടുള്ള ആളുകളിലും കൊളസ്ട്രോൾ അമിതമായിട്ടുള്ള ആളുകളിലും ഇത് കാണുന്നതുകൊണ്ടാണ് പേര് മാറ്റിയത്. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇതൊരു മെറ്റബോളിക് ഡിസീസാണ്. അതിനെ ശരിയാക്കാതെ ഇത് ശരിയായില്ല. അടുത്തതായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേഡും സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഗ്രേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. എത്ര കരളിൽ ഫാറ്റ് ഉണ്ട് എന്ന് അറിയുന്നതാണ് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. അതും ഫൈബ്രോസിസ്, അതായത് ഇറിവേഴ്സിബിൾ ഡാമേജുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഗ്രേഡ് ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സ്റ്റേജിങ് ഓഫ് ഫൈബ്രോസിസ് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പം രണ്ടിൻ്റെ അർത്ഥം ഒരുപോലല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊഴുപ്പ് അൾട്രാസൗണ്ടിൽ കണ്ടെത്താനായിട്ട് കഴിയുന്നു. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ മൈൽഡാണ്. ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ കരളിൽ കുറച്ച് കൊഴുപ്പ് മാത്രമേ ഉള്ളൂ. പലർക്കും ലക്ഷണം ഉണ്ടാവില്ല. ഇത് സാധാരണ ഒരു വാർണിംഗ് സ്റ്റേജാണ്. അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് സാധാരണ കിട്ടുന്നത്. ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആണ്. ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ ഫാറ്റ് കൂടുതലാണ്. ഇവിടെ ലൈഫ് സ്റ്റൈൽ തെറ്റുകൾ വളരെയധികം ശക്തമാണ്. ഇവിടെ പലർക്കും ക്ഷീണമുണ്ടാവാം, അതുപോലെ തന്നെ ഗ്യാസ് കൂടുതലായിട്ട് തോന്നാം. SGOT, SGPT എന്നൊക്കെ പറഞ്ഞ എൻസൈം ചെറുതായിട്ട് കൂടി നിൽക്കാം. ഇവിടെയും ആക്ഷൻ എടുത്താൽ പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ട്. ഫാറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇത് അവഗണിച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്. ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഫൈബ്രോസിസിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അല്ലാതെ ഫൈബ്രോസിസ് എത്തിയിട്ടില്ല. ഇപ്പോൾ ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ അവിടെ സിറോസിസ് ആയിട്ടില്ല, എല്ലാം പോയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. പക്ഷേ വളരെ കാര്യമായിട്ട് എടുക്കണം, വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. ഇനി നമ്മളൊരു പേപ്പറിൽ എഴുതേണ്ടത് എൻ്റെ ലൈഫ് സ്റ്റൈലിനെ ലിവറിനെ ഹെർട്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ. 1 മധുരം, 2 മധുരം, 3 മധുരം. അത് തന്നെയാണ്. പിന്നുള്ളത് വ്യായാമവും അതുപോലെ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ആഹാരങ്ങളും. രാത്രി 10 മണി, 11 മണി, 12 മണിക്കൊക്കെ കഴിക്കുന്ന ആഹാരം. ഇതും നമ്മുടെ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൻ്റെ കാര്യമാണ്. ഇനി ഒരു ക്ലാസിഫിക്കേഷനുണ്ട്, സ്റ്റേജസ് വെച്ച് ക്ലാസിഫൈ ചെയ്യും. സ്റ്റേജ് മനസ്സിലാക്കിയാലും നമുക്കറിയാൻ പറ്റും ഫൈബ്രോസിസിലോട്ട് എത്തുന്നോ ഇല്ലെന്നുള്ളത്. സ്റ്റേജ് 1 ആണെങ്കിൽ അവിടെ ഫാറ്റ് ഡെപ്പോസിഷൻ മാത്രമുള്ളൂ. സിമ്പിൾ സ്റ്റീറ്റോസ് എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തെ ഘട്ടമാണ്. ഫാറ്റ് മാത്രമാണ്. ഇവിടെ ഇൻഫ്ലമേഷൻ ഇല്ല, സ്കാർ ഇല്ല. ഇവിടെ ശരിയാക്കിയാൽ ലിവറിന് ഹീലിംഗ് ആണ്, വളരെ എളുപ്പമാണ്. ഓക്കെ. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ നാഷ് ആണ്. അവിടെ ഫാറ്റും ഉണ്ട്, അവിടെ ഇൻഫ്ലമേഷനും ഉണ്ട്. അടുത്ത ഘട്ടമാണ്. ഫാറ്റിനൊപ്പം ഇവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടായി തുടങ്ങി. പഴയ പേര് നാഷ് എന്നാണ്, ഇപ്പോൾ തന്നെ മാഷ് എന്ന് വിളിക്കുക, MASH. ഇവിടെ ലിവറിലെ സെൽസ് ഇറിറ്റേറ്റഡ് ആണ്. ചിലർക്ക് എൻസൈംസ് വളരെയധികം കൂടും, SGPT, SGOT ഒക്കെ കൂടും. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ഫൈബ്രോസ് ആണ്. അവിടെ സ്കാർ ഉണ്ടായി തുടങ്ങി, കരളിൽ വര ഉണ്ടായി തുടങ്ങി. സ്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല, വർഷങ്ങളെടുക്കും അത് വരാനായിട്ട്. വന്നാൽ വലിയ പ്രശ്നമാണ്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ സ്റ്റേജ് 4ലോട്ട് പോകും. അത് സിറോസിസ് ആണ്, അഡ്വാൻസ്ഡ് സ്കാറിംഗ് ആണ്. അപ്പോൾ ഫൈബ്രോസിസ് എക്സ്ട്രീം ആയി പോയാൽ സിറോസിസിലോട്ട് വരും. ഇവിടെ റിവേഴ്സൽ ഇമ്പോസിബിൾ ആണെന്ന് പറയാം. കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ബ്ലീഡിങ് ഉണ്ടാവാം, അബോധാവസ്ഥയിലോട്ട് പോകാം, മരണം വരെ സംഭവിക്കാം. അപ്പോൾ അത് നമ്മൾ എത്തരുത്. ഏർലി സ്റ്റേജിൽ തന്നെ കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ളൊരു തീരുമാനം. FIB-4 എന്നൊരു സ്കോർ ഉണ്ട്. അതാണ് കോമൺ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ നല്ലൊരു സ്കോറാണ്. ഇതൊരു നല്ലൊരു സ്കോറാണ്. നിങ്ങൾക്കും ഈസി ആയിട്ട് നോക്കാനായിട്ട് പറ്റും. 4 കാര്യമാണ് നോക്കേണ്ടത്: പ്രായം, AST, ALT, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഈ 4 സാധനമാണ് ചെക്ക് ചെയ്യേണ്ടത്. സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടെത്താൻ പറ്റും. ഈ FIB-4 നോക്കുന്ന സമയത്ത് വളരെ ലളിതമായിട്ടുള്ള സ്കോറാണ്. 1.3ന്റെ താഴെ ആണെങ്കിൽ ലോ റിസ്ക് ആണ്. 1.3 to 2.6 ആണെങ്കിൽ ഗ്രേ സോൺ ആണ്.
മോർ ദാൻ 2.67 ആണെങ്കിൽ അത് ഹൈ റിസ്ക് ആണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫൈബ്രോ സ്കാൻ ഒക്കെ ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പം ഈ റിപ്പോർട്ട് മാത്രം പോരാ, ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ആ തീരുമാനം എടുക്കാവൂ. അപ്പം എന്താണ് ഫൈബ്രോ സ്കാൻ? ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞാൽ ലിവറിന്റെ ഒരു സ്കാനിങ് ആണ്. ഓക്കെ, ഈ സ്കാനിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിവറിന് സ്റ്റിഫ് ആണോ എന്ന് അറിയാൻ പറ്റും. ലിവറിന് സ്റ്റിഫ് ആണെങ്കിൽ ഫൈബ്രോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ക്യാപ് സ്കോർ എന്ന സ്കോർ ഉണ്ട്, അത് ഫാറ്റിന്റെ എസ്റ്റിമേറ്റ് അറിയാൻ പറ്റും. നോർമൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ 2 to 7 kPa ആണ്, അതാണ് നോർമൽ ആയിട്ടുള്ളത്. ഇത് കൂടി നിന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം സ്റ്റിഫ് ആണെന്നുള്ളതാണ്. ക്യാപ് സ്കോറിനും കട്ട് ഓഫ് ഉണ്ട്. ക്യാപ് സ്കോർ നോക്കുവാണെങ്കിൽ ഇങ്ങനെ വാല്യൂസ് കൂടി നിൽക്കുവാണെങ്കിൽ ഇപ്പോൾ 248 ഒക്കെയാണ് നോർമൽ, അതുപോലെ 280യുടെ മുകളിലോട്ട് പോവുകയാണ് എങ്കിലൊക്കെ ആണെങ്കിൽ അത് കാറ്റഗറി 3 ആണ്. ഇതെല്ലാം വെറും ടെസ്റ്റുകൾ മാത്രമാണ് ഈ പറഞ്ഞതെല്ലാം. പക്ഷേ കാര്യം എന്താണ്? ഈ ടെസ്റ്റുകളിലൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ ജീവിതശൈലി മാറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞതിലൊന്നും ഒരു കാര്യവുമില്ലാതാവും. നമുക്ക് എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ. ഈ പറഞ്ഞതുപോലെ വളരെ ലേറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, പഞ്ചസാര കട്ട് ഡൗൺ ചെയ്യുക, മദ്യപാനം കട്ട് ഡൗൺ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രിൻസിപ്പൽ കാര്യം. അല്ലാതെ നമ്മൾ ഈ FIB-4 സ്കോർ നോക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ നോക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചതുകൊണ്ടോ ഒന്നും, അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചത് കൊണ്ട് പോലും നമുക്ക് ഫാറ്റി ലിവർ കുറയ്ക്കാൻ പറ്റില്ല. ഫാറ്റിനെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ചാൽ മാത്രമേ നമ്മുടെ ഫാറ്റി ലിവറും കുറയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. വളരെ ഈസിയാണ്, ഏതൊരു LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാവും. അപ്പോൾ ഫൈബ്രോ സ്കാൻ ആവശ്യമില്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ ടെസ്റ്റ്. ഇതൊരു ബിഗ് ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഫൈബ്രോ സ്കാൻ എനിക്ക് അയച്ച് റിപ്പോർട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ റിലേറ്റീവ്സ് ഉൾപ്പെടെ. അപ്പോൾ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, ആരെയും കുറ്റപ്പെടുന്നില്ല. പക്ഷേ ഒരു സിസ്റ്റം ഇഷ്യൂ ആണിത്. ടാബ്ലറ്റ് കൊടുത്തല്ല നമ്മൾ ഫാറ്റി ലിവർ മാറ്റാനായിട്ട് പറ്റുന്നത്. സ്കാൻ കൊടുത്തിട്ടല്ല, സ്കാൻ എടുത്തിട്ടല്ല ഇത് സീരിയസ് ആണോ അല്ലേ എന്ന് നോക്കേണ്ടത്. നമ്മൾ ഫാറ്റി ലിവർ കണ്ടെത്തിയാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. നമ്പേഴ്സ് അല്ല ഇവിടെ നോക്കേണ്ടത്, ഫാറ്റി ലിവർ പോകുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ എയർലി ഫാറ്റി ലിവറിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഫാറ്റി ലിവർ നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മനസ്സിലാക്കുക. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള പഞ്ചസാര ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിലും കൃത്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അരിയാണെങ്കിൽ തന്നെ നമ്മൾ ആ തവിട് കളഞ്ഞിട്ടുള്ള അരിയാണ് നമ്മൾ കഴിക്കുന്നത്. വെയിറ്റ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. ഒരു 10% നിങ്ങൾ വെയിറ്റ് കുറച്ച് നോക്കിയാൽ നിങ്ങളുടെ ഫാറ്റി ലിവർ മാറുന്നതായിട്ട് കാണാം. 5% കുറച്ചാൽ പോലും ലിവറിൻ്റെ ഫാറ്റ് കുറയുമെന്നാണ് പറയുന്നത്. 10% കുറച്ചാൽ ഇൻഫ്ലമേഷൻ വരെ കുറയും. നല്ലവണ്ണം വയർ ഇല്ലാതാക്കുക, അപ്പോൾ തന്നെ നമ്മുടെ ഫാറ്റി ലിവർ കുറയും. ഇത് ടാബ്ലറ്റ്സിനെയും കാട്ടും പവർഫുൾ ആണ്. നമ്മൾ വെറുതെ ടാബ്ലറ്റ് വാങ്ങിച്ച് ലക്ഷക്കണക്കിന് രൂപ അവിടെ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 90 ദിവസത്തിൽ ഒരു 5 കിലോ ഒക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പ്രയാസമാണോ? ആക്ച്വലി ഷുഗർ കട്ട് ഡൗൺ ചെയ്യുക. ഷുഗറാണ് ട്രിഗർ. നമ്മൾ കഴിക്കുന്ന ബേക്കറി ഫുഡിലും നമ്മൾ കഴിക്കുന്ന പാക്കറ്റ് ഫുഡ്സിലും നമ്മൾ കഴിക്കുന്ന മിക്ക സാധനത്തിലും പഞ്ചസാര ചെയ്യുന്നുണ്ട്. ഞാൻ പഞ്ചസാരയെക്കുറിച്ച് എത്രമാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്യൂട്ട് ഡ്രിങ്ക് ആണെങ്കിലും ജ്യൂസസിലും ഈ പറഞ്ഞേക്കുന്ന ഈ പെപ്സി, കൊക്കോകോള പോലുള്ള സാധനങ്ങൾ എല്ലാം പഞ്ചസാരയാണ്. വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുക, മുഴുധാന്യങ്ങൾ കഴിക്കുക, നട്ട്സ് ഒരു പിടിയൊക്കെ ഒരു ദിവസം കഴിക്കുക. ചോറിന് ഞാൻ എതിരല്ല, ചോറിൻ്റെ അളവിലാണ് ഇമ്പോർട്ടൻറ്റ്, ചോറ് കഴിക്കുന്ന സമയത്തിലാണ് ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും ഒരു 8 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കുക നമുക്ക്. ഓക്കെ, പിന്നെ 150 മുതൽ 300 മിനിറ്റ് വ്യായാമം ചെയ്യുക ഒരാഴ്ചയിൽ. വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം ചെയ്തു തുടങ്ങിയാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ മസിൽ ഡെവലപ്പ് ആകുകയും ഈ ഫാറ്റ് എരിഞ്ഞു തീരുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് സ്പീഡിൽ നടക്കാനാണ് പറ്റുന്നതെങ്കിൽ അത് ചെയ്താലും മതി. നീന്താനാണ് പറ്റുന്നതെങ്കിൽ നീന്തുക. എന്തെങ്കിലും നല്ലൊരു വ്യായാമം ചെയ്യുക. ലേറ്റ് ആയിട്ടുള്ള ഡിന്നറുകൾ ഒഴിവാക്കുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് വേഴ്സൺ ആവുന്നത് 9 മണിക്ക് ശേഷം കഴിച്ചാലാണ്. ഡിന്നർ എപ്പോഴും 9 മണിക്ക് മുമ്പാക്കുക. 8 മണിക്ക് മുമ്പാണ് ചെയ്യേണ്ടത്. ഒരു 12 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, ഒരു ഫാസ്റ്റിംഗ് ഉണ്ടാവണം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ എഫക്റ്റീവാണ്. ഒരു 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അടുത്ത എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സ്ലീപ്പ്. സ്ലീപ്പ് പ്രോപ്പർ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടും, ക്രേവിങ്സ് കൂടും. അപ്പോൾ ഏറ്റവും നല്ല പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ഉറങ്ങുക. നടക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഉറങ്ങുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒമേഗ 3 ഫാറ്റി ആസിഡ്, അതുപോലെ ആപ്പിൾ സിഡർ വിനീഗറൊക്കെ പല ആളുകളും കൊടുക്കാറുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കുറച്ച് എഫക്റ്റീവ് ആണെന്ന് പറയാം. ചില സ്റ്റഡീസ് ഉണ്ട് അത് കുറച്ച് എഫക്റ്റീവാണ്. അപ്പോഴും ഈ ഫിഷ് ഓയിലിന് ട്രൈഗ്ലിസറൈഡ് കുറച്ച് കുറയ്ക്കാമെന്നും ലിവറിൻ്റെ ഫാറ്റ് കുറച്ച് കുറയ്ക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഇതൊന്നുമല്ല. ഇത് ടാബ്ലറ്റ്, ഇത് അസുഖം മാറ്റാനുള്ളതല്ല, ഫൈബ്രോസിസ് മാറ്റാനുള്ളതല്ല. ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എക്സസൈസും ഈ ഷുഗർ ഒഴിവാക്കുന്നതും തന്നെയാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കഴിക്കാം, ഒരു സപ്പോർട്ടീവ് മെഡിസിനായിട്ട് ഒരു കഴിക്കാവുന്നതാണ്. ഇനി ആപ്പിൾ സിഡർ വിനേഗർ, അതിനെക്കുറിച്ച് പല ആളുകളും പറയുന്നത് വയറിൻ്റെ എംപ്റ്റി ആയിട്ടുള്ള സ്റ്റൊമക്കിൽ, അതായത് ഒന്നും കഴിക്കാത്ത സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവർ കുറയ്ക്കുമെന്നാണ്. ഒരു സ്റ്റഡീസും ഇല്ല, അങ്ങനെ ഒരു സ്റ്റഡിയും പ്രൂവ് ചെയ്തിട്ടില്ല. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും, ഗ്യാസ്ട്രൈറ്റിസും റിഫ്ലക്സ് ഒക്കെ ഉണ്ടാവാം, പല്ല് കേടാവാം. അതുകൊണ്ട് അൺഡൈലൂട്ടഡ് ആയിട്ട് ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക. അത് വെയിറ്റ് ലോസ് കുറയ്ക്കുമെന്നൊക്കെ പറയുന്നതും ഇതുപോലെ ഈ ഫാറ്റി ലിവർ കുറയ്ക്കുമെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. പിന്നുള്ളത് കോഫിയാണ്. ബ്ലാക്ക് കോഫി പഞ്ചസാര ഇടാതെ കുടിച്ചു കഴിഞ്ഞാൽ
ലിവറിൻ്റെ ഫൈബ്രോസിസ് റിസ്ക് കുറയുമെന്ന് പല ആളുകളും പറയുന്നുണ്ട്. ഇതും പ്രൂവൺ ചെയ്തിട്ടില്ലാത്തൊരു എഫക്റ്റീവാണ്. ഷുഗർ ചേർത്താൽ ഉള്ള ബെനിഫിറ്റൂടെ പോകും. ഓക്കെ, കോഫി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതും വൈകുന്നേരം ഒരു 5 മണിക്ക് മുമ്പ് നിർത്തുന്നതാണ് നല്ലത്. പക്ഷേ കോഫി കുടിച്ചുകൊണ്ട് ഫാറ്റി ലിവർ മാറില്ല, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പിന്നെ പല ആളുകളും ഈ ഡീറ്റോക്സ് ഡ്രിങ്കുകൾ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ 3 ദിവസം കൊണ്ട് ലിവർ ക്ലീൻ ചെയ്യാം, 10 ദിവസം കൊണ്ട് ചെയ്യാം, അങ്ങനെ പറഞ്ഞ് പല സാധനവും കലക്കി കൊടുക്കും. ലിവറിനെ ഡാമേജ് ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക. കുറച്ച് വൈറലാക്കിയൊക്കെ ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ ബെറ്റർ ആവും, പിന്നെ അത് പ്രോബ്ലം ആവും. അപ്പോൾ ഒരു നല്ലൊരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല അത്. ആവശ്യമില്ലാതെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലോട്ട് പോകാം. ഞാൻ ഫാറ്റി ലിവർ എങ്ങനെ മാറ്റാമെന്നുള്ളത് ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ALT AST കൂടി നിൽക്കുന്നുണ്ട്, അതുപോലെ FIB-4 സ്കോർ നോക്കുമ്പം അത് ഹൈ ആണെങ്കിൽ മാത്രമാണ് അവർക്ക് ഫൈബ്രോ സ്കാൻ ചെയ്യേണ്ടത്. ഫൈബ്രോ സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മൾ എത്രമാത്രം ഈ സ്കാറിങ് ഉണ്ടാവുന്നുണ്ടോ, ലിവർ ഫെയിൽ ആവാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ആവശ്യമില്ലാതെ ടെസ്റ്റുകളുടെ ആവശ്യമില്ല. ഫാറ്റി ലിവർ കണ്ടെത്തി, അല്ലെങ്കിൽ പ്രമേഹമുണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട്, മദ്യപാനമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഈ 3ഉം കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഫാറ്റി ലിവർ നോർമലായി തുടങ്ങും. അപ്പോൾ ഇതൊരു ബിസിനസ്സായി മാറിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടൊരു പേഷ്യൻറ്റിന് 10 മെഡിസിനാണ് അവർ ഫാറ്റി ലിവറിന് മാത്രം കഴിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവാണ്. അദ്ദേഹം ഇപ്പം ഫൈബ്രോ സ്കാൻ റിപ്പോർട്ട് അയച്ചിരിക്കുകയാണ്. അയാൾക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവറേ ഉള്ളൂ. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ചുമ്മാ ഡോക്ടർമാർ പറയുന്നു, അവർ ചെയ്യുന്നു, അത് കണ്ട് പേടിച്ച് ആൾക്കാർ വരുന്നു. ഇത് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ അസുഖം നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ആരോഗ്യം കൊണ്ടുവന്നാൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് ഫാറ്റി ലിവർ. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ധാരാളം വെള്ളവും കുടിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാഹം വരുമ്പോൾ കുടിച്ചാൽ മതി, പക്ഷേ മൂത്രം ഇളം ലൈറ്റായിട്ട് പോകണം. ഓരോ 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നാണ് ഞാൻ പറയുന്നത്. അതും ബെറ്റർ ആയിട്ടുള്ളൊരു കണക്കാണ്. ഓക്കെ, ഇപ്പം ഇന്ന് മുതൽ 30 മിനിറ്റ് നടക്കുക. അതുപോലെ ആഹാരത്തിൽ നിന്ന് പഞ്ചസാര ഒഴിവാക്കുക, പാക്കറ്റ് ഫുഡ്സും ബേക്കറി ഫുഡ്സും ഒഴിവാക്കുക, ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും കഴിക്കുക, ഫൈബർ ധാരാളം കഴിക്കുക, നല്ലോണം ഉറങ്ങുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.